സഞ്ചരിക്കാനാകെയുള്ള പാതകൾ തകർന്നതോടെ ഒറ്റപ്പെട്ട അനാഥാവസ്ഥയിലാണ് പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ഹിലാൽ നഗർ ഗ്രാമം. 600ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ ഗ്രാമീണ പാതകൾ പൈപ്പിടൽ പ്രവൃത്തിയാലും അധികൃതരുടെ അനാസ്ഥ കാരണവും തകർന്ന് തരിപ്പണമായതോടെ ദുരിതയാത്ര നടത്തുകയാണ് പ്രദേശവാസികൾ. പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് 12ാം വാർഡ് ഹിലാൽ നഗർ കരിമ്പനക്കൽ പ്രദേശവാസികളാണ് സഞ്ചാരയോഗ്യമായ റോഡില്ലാതെ വർഷങ്ങളായി ദുരിതത്തിലായത്. 600ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് കൂടിയുള്ള ഈ ചെറിയ പാതകളാണ് ഇവരുടെ ഏക ആശ്രയം. വർഷങ്ങളായി നവീകരണമില്ലാതായതോടെ പാത തകരാൻ തുടങ്ങി. ജലജീവൻ മിഷൻ പൈപ്പിടൽ കൂടിയായതോടെ തകർച്ചയുടെ ആക്കം കൂടി. നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്നും ടൗണിലെ സ്കൂളുകളിലേക്ക് പോകുന്നത്. ബസ് സർവീസ് ഇല്ലാത്ത ഗ്രാമത്തിലേക്ക് തകർന്ന പാതയിലൂടെ സ്കൂൾ ബസ്സുകൾക്ക് വരാൻ പറ്റാതായതോടെ ഗർഭിണികളും അമ്മമാരും പ്രായമായവരും ഏറെ ദൂരം നടന്നാണ് കുട്ടികളെ സ്കൂൾ ബസ്സിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങൾ ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാലേ ഞങ്ങൾ പഞ്ചായത്ത് അധികൃതരെയാണ് അതേ വാട്ടർ അതോറിറ്റി ആൾക്കാരെയാണ് അറിയിക്കേണ്ടതെന്ന് അറിയില്ല. ഇത് വലിയൊരു പ്രശ്നത്തിൽ കിടക്കുക. ഒരു അന്വേഷണമില്ല, ഒരു ആരംഭമില്ല എന്ന് പറഞ്ഞ പോലെ ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത യത്യമായ റോഡായി മാറിക്കത്. അപ്പം എന്തെങ്കിലും ഒരു പരിഹാരം ഇത് ആരാ ചെയ്യേണ്ടിച്ച് അവരിത് ചെയ്തു തരണം. ഇവിടെ വണ്ടി വീണു, കുട്ടികൾ ഇതായിട്ട് വീണു. പിന്നെ ഈ ഗർഭിണിയായ പെണ്ണുങ്ങൾ കുട്ടികളെ കയ്യും പിടിച്ചു വന്നിട്ട് ഈ ജംഗ്ഷനിൽ കൊടുത്തിട്ടാണ് ഇതിന് കയറ്റി വിടുന്നത്. ഈ സ്കൂൾ ബസ്സിന് വാഹനങ്ങൾ ഇവിടെ വരെ വരുന്നുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നില്ല. ഈ റോഡിൻ്റെ പ്രശ്നം കാരണം വയസ്സായ ആൾക്കാരും മറ്റും താമസിക്കുന്ന ഏരിയ. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര പാടാപ്പെടാൻ. നേരെ മറിച്ച് ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓങ്ങല്ലൂരാണുള്ളത്, ആ കൂടങ്കലം. അവിടേക്കാണ് ഇവിടുന്ന് കൂടുതലും ആൾക്കാരെ കൊണ്ടുപോകുന്ന റോഡ് ഇവിടുന്ന് അതുവരെ ഇങ്ങനെ തന്നെ. ഇതിനൊരു പരിഹാരം ആരാണെങ്കിൽ അവരിത് ചെയ്തു തരണം. കാലാനുസൃതമായി വികസനങ്ങൾ നടപ്പാക്കാതെയുള്ള അധികൃതരുടെ അനാസ്ഥ കാരണം പ്രദേശവാസികൾക്ക് ആശുപത്രികളിൽ പോകാൻ പോലും തകർന്ന റോഡിലെ വാഹനങ്ങൾ വിളിച്ചാൽ വരാതായി എന്നും പരാതിയുണ്ട്. വാർഡ് മെമ്പർ അടക്കമുള്ള അധികൃതരോട് പലതവണ പരാതി പറഞ്ഞെങ്കിലും അനുകൂല സമീപനമോ നടപടിയോ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതി എന്ന പേരിൽ നമ്മുടെ കാരക്കാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഏകദേശം ഒരു വർഷത്തോളമായി പൊളിച്ചിട്ടിട്ട് പൈപ്പിട്ടിട്ട്. ഈ പൈപ്പിട്ടതിൻ്റെ ഭാഗമായിട്ട് റോഡ് വീതി കുറയുകയും ഈ റോഡിൽ കൂടെ നിരന്തരമായിട്ട് സ്കൂൾ വാഹനങ്ങൾ, ആശുപത്രി വാഹനങ്ങൾ, ഗർഭിണികളായ ആളുകളുടെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, പ്രായമായ ആളുകൾ പള്ളികളിലേക്ക് പോകുന്ന വഴികൾ അടക്കമുള്ള ഒരു വലിയ വഴിയാണ്. ഈ വഴിയുടെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു താഴ്ചയുള്ളൊരു ഭാഗമാണ്. ഈ ഭാഗം ഇടിഞ്ഞത് കൊണ്ട് വലിയ വാഹനങ്ങളൊന്നും ഈ വഴി കൂടെ വരുന്നതില്ല. സ്കൂൾ വാഹനങ്ങൾ പോകണില്ല. സ്കൂൾ വാഹനങ്ങൾ പോകാത്തത് കൊണ്ട് കുട്ടികളെ, ഗർഭിണികളായ അമ്മമാർ താഴെ കൊണ്ട് ഇറക്കിയിട്ടുമാണ് കുട്ടികളെ കടത്തി വിടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇങ്ങനൊരു പ്രതിഷേധവുമായി കടന്നു വരാൻ കാരണം ഈ ജലമിഷൻ്റെ ഭാഗമായിട്ട് റോഡ് പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇതര മേഖലകളിൽ പഞ്ചായത്തിൻ്റെ മറ്റു പല മേഖലകളിലൊക്കെ റോഡ് നേരാക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലൊരു വികസനം വരികയാണെങ്കിൽ അത് ആദ്യമായി കടന്നു വരുന്ന ഒരു വാർഡായിരുന്നു 12ാം വാർഡ്. ഈ ഒരു കാലമായിട്ട് ഈ വാർഡിക്ക് അങ്ങനെയുള്ള വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരു വികസനം ഈ 12ാം വാർഡിൽ ഈ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. റോഡുകൾ തകർന്ന വാഹനങ്ങൾ വരാതെയും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാതെയും അധികൃതരുടെ അവഗണനയിലും ഹിലാൽ നഗർ പ്രദേശം അനാഥമാവുകയാണെന്നാണ് നാട്ടുകാർ പരിതപിക്കുന്നത്. വിഷയങ്ങളിൽ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ പ്രക്ഷോഭത്തിനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.